നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വേദന ഉമിത്തിയിൽ എരിയും പോലെ നീറി നീറി എത്തുന്ന മരണമാണ്. അച്ഛാ, വാ മോളെ. ആള് ഉറങ്ങിയില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ മോള് ഉറങ്ങാത്തത്? ഗംഗ എവിടെ? ഗംഗയും കിടന്നിട്ടില്ല, അപ്പുറത്ത് എവിടെയോ ഉണ്ട്. നാളെ ഗംഗ പോവല്ലേ അച്ഛാ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കുവോ? അച്ഛൻ ശ്രേയ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ അച്ഛനോട് മിണ്ടില്ല. സത്യമായിട്ട് ഞാൻ പിന്നെ അച്ഛനോട് മിണ്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ ഗംഗയോട് ചോദിച്ചില്ലേ, പിന്നെ മുത്തശ്ശിയോടും ചോദിച്ചില്ലേ? നമ്മുടെ മനസ്സാരും കാണുന്നില്ല മോളെ. ആർക്കും അത് കാണുകയും വേണ്ട. എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടാനുള്ള ഓട്ടപ്പാച്ചിലുകൾ മാത്രമാണ്. അതൊന്നും എനിക്കറിയില്ല. അച്ഛന് ഗംഗയെ ഇഷ്ടമാണ്, ഗംഗയ്ക്ക് അച്ഛനെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചാ എന്താ? ബാക്കിയുള്ളവർ എന്തിനാ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്? അച്ഛനെന്താ മറുപടി പറയാത്തത്? എന്ത് പറഞ്ഞാ നിന്നെ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരം എനിക്കും അറിയില്ല മോളെ. ചോദ്യോത്തരം പറഞ്ഞിരിക്കാൻ ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ. അച്ഛൻ നാളെ ഗംഗയെ കല്യാണം കഴിച്ചാ മതി. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ അമ്മയായിട്ട് ഗംഗ മതി. എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? ഒന്നുമില്ല, അവള് വെറുതെ ഓരോന്ന് പറയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചാ മതി. നാളെ കല്യാണമല്ലേ? നിനക്ക് ഉറങ്ങണ്ടേ മാളു? പാവം മാളുവിന് ഗംഗ ഇവിടുന്ന് പോകുന്നതിന്റെ സങ്കടമാണ്. മോളെ, ഇനി ഉറക്കം കളഞ്ഞാ നാളെ നല്ല ക്ഷീണമായിരിക്കും. കല്യാണത്തിന് സുന്ദരി കുട്ടിയായിട്ട് എല്ലാവരും മുന്നിൽ നിൽക്കേണ്ടതല്ലേ? വേഗം ഉറങ്ങാൻ നോക്ക്. ഞാൻ ഗംഗയെ വിളിക്കാം. ഗംഗേ, ഗംഗേ. അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഞാൻ കല്യാണത്തിന് വരൂ. അല്ലെങ്കിൽ എനിക്ക് ആ കല്യാണം കാണണ്ട. ശ്രേയ കല്യാണം കഴിച്ച് എന്റെ അമ്മയായിട്ട് കൊണ്ടുവന്ന പിന്നെ ഞാൻ ആരോടും മിണ്ടില്ല. ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോവും. നാളത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായെന്നറിയോ? ഇതിനു മുമ്പ് മഹിയേട്ടൻ എന്റെ കഴുത്തില് താലി കെട്ടാനായി താലി എടുത്ത് അടുത്തുകൊണ്ട് വന്നപ്പോഴാ മണ്ഡപത്തില് തീ പിടിച്ചതും എന്റെ കഴുത്തില് തൂണ് വീണതും. അതെല്ലാം ഗൗരിയുടെ പണിയായിരുന്നു. ഇനിയും വെറുതെ അന്ധവിശ്വാസം പറഞ്ഞു പരത്താതെ ശ്രേയ. മഹിയുടെ ആദ്യ ഭാര്യ പ്രേതമായിട്ട് നടക്കുന്നു, കൊച്ചിനെ രക്ഷിക്കുന്നു. ഇതൊന്നും നീ പറയണ്ട. കഴിഞ്ഞ ദിവസം നീ ഇത് പറഞ്ഞപ്പോ ഞാൻ വെറുതെ തർക്കിക്കായിരുന്നതാ. ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ആളാ. ഞാൻ ഇതുവരെ ഒരു ഭൂതപ്രേത പിശാചുക്കളെയും കണ്ടിട്ടില്ല. ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നുമില്ല. നിന്റെ പ്ലാനുകൾ തകർക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ആളെ കാണാതെ നിനക്ക് ഇടി തരുന്നതും ഗൗരിയാ. ഓ, ആയിക്കോട്ടെ. പ്രായവും പക്വതയുണ്ടെന്ന് നടിക്കുന്ന നമ്മളാണ് ശരിക്കും തെറ്റുകൾ ചെയ്യുന്നത്. കുട്ടികളാണ് എന്നും ശരി. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോനെ. നീ ഗംഗയെ ആഗ്രഹിച്ചു,
നീ അത് അവളോട് തുറന്നു പറഞ്ഞു. മുത്തശ്ശിയോട് നീ അനുവാദം ചോദിച്ചു. പക്ഷെ അവർ രണ്ടുപേരും നിന്റെ സ്നേഹം കണ്ടില്ലാന്ന് നടിച്ചു. പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീട്ടിൽ ജീവിച്ച് നമ്മുടെ സൗജന്യങ്ങൾ കൈപ്പറ്റി ഇത്രയും നാളും കഴിഞ്ഞിട്ട് നീ ഒരാഗ്രഹം പറഞ്ഞപ്പോ അതവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥാനം കൊടുക്കാൻ നീ തയ്യാറായപ്പോ ഒരു കരുണയില്ലാതെ ഒരു മനസാക്ഷിയില്ലാതെ അവര് നിഷേധിച്ചില്ലേ? അതിന്റെ പേരിൽ നീ ഇനിയും വേദനിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മോനെ, നീ വിഷമിക്കരുത്. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നീ അമ്മയോട് തുറന്നു പറ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കണോ? ഈ അമ്മ അത് നടത്തി തരും. എനിക്കതിനൊരു മുത്തശ്ശിയുടെ അനുവാദം വേണ്ട, ഗംഗയുടെ അനുവാദവും വേണ്ട. എന്റെ മകന്റെ സന്തോഷ ഈ അമ്മയ്ക്ക് വലുത്. നാളെ നിങ്ങളുടെ വിവാഹം ആ പന്തലിൽ വെച്ച് ഞാൻ നടത്തിത്തരാം. ആര് സമ്മതിച്ചില്ലെങ്കിലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. കൈലാസം വീട്ടിലെ ദേവിയാനിയ പറയുന്നത്. എല്ലാവരെയും പിടിച്ചുകെട്ടി ഞാൻ നടത്തിത്തരും നിങ്ങളുടെ വിവാഹം. മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ അമ്പയെയും അംബികയും അംബാലികയും പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് വിവാഹം നടത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്നാന്ന് കരുതിയ മതി. നിന്റെ ഒരു വാക്കു മതി മോനെ ഈ അമ്മയ്ക്ക്. പക്ഷേ വിവാഹം നടത്തിത്തരാൻ മാത്രമേ ഈ അമ്മയ്ക്ക് സാധിക്കൂ. പിന്നെ അവളോടൊപ്പം ജീവിക്കേണ്ടത് നീയാ. നിന്റെ സ്നേഹം നിഷേധിച്ച, നിന്റെ താലി വേണ്ടാന്ന് വെച്ചൊരു പെണ്ണിനോടൊപ്പം നിനക്ക് ജീവിക്കണോ? അതോ നിനക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന അമ്മ നിനക്കായി കണ്ടെത്തിയ ശ്രേയയ്ക്കൊപ്പം ജീവിക്കണോ? നമ്മൾ സ്നേഹിച്ചവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാ നമ്മൾ കൂടെ നിർത്തേണ്ടത്. അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നിന്റെ ഭാര്യയാവേണ്ടത് ശ്രേയയാണ് മോനെ. വാ, ഒരുപാട് ആലോചിക്കാതെ മനസ്സ് വിഷമിപ്പിക്കാതെ എന്റെ മോനെ ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.